എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് കൂടി അറിയിക്കുക. അതേപോലെ നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡൗട്ടുള്ള ട്രേഡിംഗ് റിലേറ്റഡോ ഇൻവെസ്റ്റ്മെൻറ്റ് റിലേറ്റഡോ എല്ലാ ചോദ്യങ്ങളോ അല്ലെങ്കിൽ മാറ്ററുകളോ നിങ്ങൾക്ക് കമൻസിൽ രേഖപ്പെടുത്തിയാൽ ഞാൻ അതിനനുസരിച്ചിട്ടുള്ള വീഡിയോകൾ ഉണ്ടാക്കാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇന്നത്തെ വിഷയം എന്താണ് ട്രേഡിംഗ് പ്ലാൻ. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോകളിലും ഞാൻ പറഞ്ഞു, നിങ്ങളുടെ വെൽ ഡിഫൈൻഡ് ആയുള്ള ട്രേഡിംഗ് പ്ലാനെ ഫോളോ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കൊരു ട്രേഡിംഗ് പ്ലാൻ എങ്ങനെ ഉണ്ടാക്കാം. ഇതിന് നേരെ കോപ്പി അടിച്ചിട്ടൊന്നും നിങ്ങൾ ചെയ്യാൻ നിൽക്കണ്ട. ഞാനൊരു മോഡലാണ് പറയുന്നത്. എങ്ങനെയാണ് നിങ്ങൾക്ക് ഒരു ട്രേഡിംഗ് പ്ലാൻ ഉണ്ടാക്കേണ്ടത്, എന്താണ് ട്രേഡിംഗ് പ്ലാൻ എന്ന് ആദ്യം അറിയാം. ട്രേഡിങ്ങിന് വേണ്ടി നിങ്ങൾ ഒരു സിസ്റ്റമോ അല്ലെങ്കിൽ മെത്തഡോ അല്ലെങ്കിൽ പ്ലാനോ ഉണ്ടാക്കണം. അതാണ് ഈ ട്രേഡിംഗ് പ്ലാനിൻ്റെ ഫസ്റ്റ് പോയിൻ്റ്. ട്രേഡിംഗ് പ്ലാനിന് വേണ്ടി നിങ്ങൾ ഒരു സിസ്റ്റം അല്ലെങ്കിൽ ഒരു മെത്തഡ്, ഒരു പ്ലാനോ ഉണ്ടാക്കണം. അതിൽ ഒരു ട്രേഡിങ്ങിന് വേണ്ടിയിട്ടുള്ള എല്ലാ സ്ട്രക്ചർഡ് കാര്യങ്ങളും A to Z സ്ട്രക്ചർഡ് കാര്യങ്ങളും നിങ്ങൾ സിമ്പിളായിട്ടുള്ള നോട്ടിലായിട്ട് അത് നോട്ടായി ഉണ്ടാവണം. ട്രേഡിംഗ് പ്ലാൻ നിങ്ങളെ ഒരു ഡിസിപ്ലിൻഡ് ട്രേഡറാക്കും. നിങ്ങളൊരു ട്രേഡിംഗ് പ്ലാൻ ഉണ്ടാക്കി അതിനനുസരിച്ചിട്ട് നിങ്ങൾ ട്രേഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളെ ഒരു ഡിസിപ്ലിൻ ട്രേഡറാക്കും. നിങ്ങളെ എമോഷൻ കൺട്രോൾ ചെയ്യാനുള്ള ഒരു വഴികാട്ടിയായിരിക്കും ട്രേഡിംഗ് പ്ലാൻ. അതിൽ കൺസിസ്റ്റൻ്റ് കൊണ്ടുവരാനും സാധിക്കും. ഈ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ദീർഘകാലത്തിൽ സക്സസ് കൊണ്ടുവരും, ഷുവറാണ്. ട്രേഡിംഗ് പ്ലാൻ കൊണ്ട് നിങ്ങളുടെ എല്ലാ ആക്ഷൻസും ഒരു പ്രീ പ്ലാൻഡ് ആയി മാറും. എന്ന് പറഞ്ഞാൽ റോബോട്ടിക് ആവും. അതാണ് ഈ ട്രേഡിംഗ് പ്ലാൻ കൊണ്ടുള്ള ഗുണം. അതുകൊണ്ട് ക്ലിയർ ആയിട്ട് ഒരു ട്രേഡിംഗ് പ്ലാൻ നിങ്ങൾ ഫോളോ ചെയ്ത് ട്രേഡ് ചെയ്യുമ്പോൾ സക്സസ് നിങ്ങളുടെ ഓട്ടോമാറ്റിക്കായിട്ട് വരും. നിങ്ങൾക്ക് എമോഷൻസ് കൺട്രോൾ ചെയ്യാനും അതിനുള്ള മൈൻഡ് സെറ്റ് ഡെവലപ്പ് ചെയ്യാനും നിങ്ങൾക്ക് സാധിക്കും. അടുത്തത് കീ കോമ്പോണൻറ്റ്സ് ഓഫ് ട്രേഡിംഗ് പ്ലാൻ. എന്തൊക്കെ വേണം ഒരു ഒരു ബേസിക് ട്രേഡിംഗ് പ്ലാൻ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് എന്തൊക്കെ വേണം. ആദ്യം ഡിഫൈൻ യുവർ ട്രേഡിംഗ് ഗോൾ. നിങ്ങൾ ട്രേഡ് ചെയ്തിട്ട് എന്തൊരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത് അതിനെ ഡിഫൈൻ ചെയ്തെടുക്കുക. എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ഗോള് നിങ്ങൾ ആദ്യം സെറ്റ് ചെയ്യുക. എന്താ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ആഴ്ചയിൽ എനിക്കൊരു 1000 റുപ്പീസ് ഉണ്ടാക്കണമെന്നുള്ള ഒരു ഇതല്ലോ, അല്ലെങ്കിൽ മാസത്തിലൊരു വലിയ തുകയൊന്നതാകാണ്ട് നിങ്ങൾക്ക് ഒരു ടാർഗറ്റ്, ട്രേഡിംഗ് ഗോള്. ഈ ട്രേഡ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഓരോ ആഴ്ച, അപ്പോൾ പുതിയ ട്രേഡർമാർക്ക് അതല്ല ഞാൻ പറഞ്ഞ, പുതിയ ട്രേഡർമാർ നിങ്ങൾ ഫോളോ ചെയ്യാല്ല ഡിഫൈൻ. ഈ ആഴ്ച ഞാൻ ഒന്നും തെറ്റില്ലാതെ എൻ്റെ ട്രേഡിംഗ് പ്ലാനിനെ പോലെ തന്നെ ഞാൻ ട്രേഡ് ചെയ്യും. അങ്ങനെ ഒരു ലക്ഷ്യം വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുക. അതേപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ലക്ഷ്യത്തിന് മാറ്റി ഗോളും മാറ്റി അടുത്ത ആഴ്ചകൾ ഡെവലപ്പായിട്ട് പോകാൻ പറ്റും. അതാണ് മെയിൻ. ട്രേഡിംഗ് ഗോള് ആദ്യം സെലക്ട് ചെയ്യുക. ഔട്ട്ലൈൻ റിസ്ക് മാനേജ്മെൻറ്റ്. നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാനുള്ള ആ ഒരു റിസ്ക്, അതിന് വേണ്ടിയിട്ടുള്ള എന്താണ് നിങ്ങൾ റിസ്ക് എടുക്കുന്നത്, എങ്ങനെയാണ് ആ റിസ്കിനെ അതിനെ എക്സിക്യൂഷനിൽ ഉപയോഗിക്കാൻ പോണത്, അത് നിങ്ങൾ ഔട്ട്ലൈൻ ആക്കിയിട്ട് ഇടണം. അതുകൊണ്ട് റിസ്ക് മാനേജ്മെൻറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലെങ്കിൽ ഇപ്പോൾ അത് നമ്മൾ ഒരു ട്രേഡിംഗ് പ്ലാനിൽ ഇത് വാങ്ങാമെന്ന് വിചാരിക്കുന്ന ഒരു 100 വാങ്ങണോ അല്ലെങ്കിൽ 1000 വാങ്ങണോ, അങ്ങനെ ആവാൻ പാടില്ല. നിങ്ങൾക്ക് റിസ്ക് ഉണ്ടാവുന്നു. ആ ട്രേഡിങ്ങിൽ ആ സാധനം മുകളിലേക്ക് പോയില്ലെങ്കിൽ ബൈ ആയ ശേഷം അപ്പോൾ നിങ്ങൾക്ക് എത്ര ലോസ് വരണം, എന്താണ് ലോസ്, അതാണ് റിസ്ക് മാനേജ്മെൻറ്റ്. പിന്നെ ഡിഫൈൻ യുവർ അസെറ്റ്സ് യു വാണ്ട് ടു ട്രേഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ട്രേഡ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ട്രേഡിങ്ങിൽ ഞാൻ ഇതിൻ്റെ മുമ്പത്തെ വീഡിയോകളിൽ പറഞ്ഞ പല കാര്യങ്ങളുണ്ട്. ട്രേഡിങ്ങിൽ ഈക്വിറ്റി ട്രേഡ് ചെയ്യാം, ഗോൾഡ് ട്രേഡ് ചെയ്യാം, കമ്മോഡിറ്റികളിൽ ട്രേഡ് ചെയ്യാം, ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസിൽ ട്രേഡ് ചെയ്യാം, കറൻസിയിൽ ട്രേഡ് ചെയ്യാം, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തിലാണ് ട്രേഡ് ചെയ്യാൻ പോണത്. അപ്പോൾ ഞാൻ ബേസിക്കായിട്ട് പറഞ്ഞത് ഈക്വിറ്റീസിൽ ട്രേഡ് ചെയ്തത് സ്റ്റാർട്ട് ചെയ്യാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ ഇവിടെ ഈക്വിറ്റി എന്ന് പറയുന്നു. അത് ഈക്വിറ്റിയാണ് നിങ്ങൾ ട്രേഡ് ചെയ്യാൻ പോകുന്നത്. അല്ല നിഫ്റ്റിയോ ബാങ്ക് നിഫ്റ്റിയോ അല്ല, അത് ഇൻഡൈസസ് ആണ്.
ഐഡൻറ്റിഫൈ യുവർ ട്രേഡ് ക്രൈറ്റീരിയ ഫോർ എൻട്രി എക്സിറ്റ്. ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പ്ലാനിൽ ഇത് ഉൾക്കൊള്ളണം. ഞാൻ എവിടെ എന്ത് റൂള് കൊണ്ടാണ് ഞാൻ വാങ്ങണത്, എന്തുകൊണ്ടാണ് ഞാൻ ഇവിടെ വാങ്ങണത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഞാൻ ഇവിടെ എക്സിറ്റ് അടിക്കുന്നത്. അങ്ങനെ അത് ക്ലിയർ കട്ട് റൂളായിരിക്കണം. എന്തുകൊണ്ടാണ് എൻട്രി ചെയ്യുന്നത്, ആ സ്പോട്ട കണ്ടാൽ നിങ്ങൾ എൻട്രി ചെയ്യുന്നു. അതേപോലെ ഈ സ്പോട്ട വന്ന് കഴിഞ്ഞാൽ എക്സിറ്റ് ആവണം. അത് ക്ലിയറായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യണം. അത് ക്ലിയറായിട്ട് നിങ്ങളുടെ ട്രേഡിംഗ് പ്ലാനിൽ ഉണ്ടാവണം. പിന്നെ എസ്റ്റാബ്ലിഷ് ട്രേഡിംഗ് റൂട്ടീൻ. ആ റൂട്ടീന് ഫസ്റ്റ് എന്താ ചെയ്യേണ്ടത്, രണ്ടാമത്തത് എന്താ ചെയ്യുന്നത്, മൂന്നാമത്തത് എന്താ ചെയ്യുന്നത്, അത് കറക്റ്റ് റൂട്ടീന്, ആ റൂട്ടീൻ ഉണ്ടാക്കിയിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യണം. പിന്നെ പ്രീ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ട്രേഡിങ് തുടങ്ങുന്നതിന് മുമ്പേ എന്തൊക്കെ കാര്യങ്ങളാണ് അനലൈസ് ചെയ്യേണ്ടത്, എന്ത് കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത്, പോയിന്റുകൾ, ആ പോയിന്റുകൾ എന്തൊക്കെയാണെന്ന് നോട്ട് ചെയ്തത്. എന്ന് പറഞ്ഞാൽ എന്ത് കാര്യങ്ങളാണ് അത് ട്രേഡിംഗ് പ്ലാനിൽ ഉണ്ടാവുന്നത്. അത് ഡെയിലി ചേഞ്ച് ആവില്ല. അത് എന്താ നമ്മൾ ഈ ട്രേഡിംഗ് പ്ലാനിലുള്ളത്, അത് ഡെയിലി നമ്മൾ കൺസിസ്റ്റൻ്റായിട്ട് ഫോളോ ചെയ്യാൻ ശ്രമിക്കുന്നത്. ആ ഫോളോ ചെയ്യാൻ തുടങ്ങിയാലാണ് സക്സസ് വരുള്ളൂ. അതേപോലെ ട്രേഡിങ് കഴിഞ്ഞ ശേഷം പോസ്റ്റ് ട്രേഡൊക്കെ കഴിഞ്ഞിട്ട് മാർക്കറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്നത്തെ ട്രേഡ് അതിൻ്റെ പോയിൻ്റ് ടു പോയിൻ്റ് നിങ്ങൾ എന്തുകൊണ്ട് ഞാനത് ബൈ ചെയ്തു, എന്തുകൊണ്ട് സെല്ല് ചെയ്തു, ഞാൻ എൻ്റെ ട്രേഡിംഗ് പ്ലാനിൽ എഴുതിയ പോലെ തന്നെയാണോ ഞാൻ ഇതിനെ ഫോളോ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഫോളോ ചെയ്തില്ലെങ്കിൽ എന്തുകൊണ്ട് അവിടെ ഫോളോ ചെയ്തില്ല, എന്തുകൊണ്ടാണ് ഞാനത് അങ്ങനെ റോങ് ആയി പോയത്, അതെല്ലാം ക്ലിയർ ഡീറ്റെയിൽസ് ഉണ്ടാവുന്നു. അത് അടുത്ത ദിവസങ്ങളിലൊന്നും പിന്നെ അത് റിപ്പീറ്റ് ചെയ്യും. ഒരു റോങ് ട്രേഡിങ് വന്ന അപ്പോഴത്തെ അനലൈസ് തെറ്റി റോങ് ട്രേഡിങ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പിന്നെ റിപ്പീറ്റ് ആവാണ്ട് ശ്രമിക്കണം. പിന്നെ ഉള്ളത് നിങ്ങളുടെ ലോസ് ആയാലും വിന്നറായാലും നിങ്ങൾ അത് റെക്കോർഡ് ചെയ്യണം. എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ദിവസം ഇന്ന് എനിക്ക് ലോസാണ്, ഇങ്ങനെ റിസ്ക് എടുത്തു, ഈ പൈസ എനിക്ക് ലോസാണ്, അല്ലെങ്കിൽ വിന്നായിട്ടുണ്ടെങ്കിൽ ഈ വിന്നായിട്ടുണ്ട്. ഒരിക്കലും വിന്നായാലും ലോസായാലും നമ്മുടെ മൈൻഡ് സെറ്റിനെ അത് ബാധിക്കാൻ പാടില്ല. വിന്നായാലും ഒരേപോലെ ഉണ്ടാവണം, ലോസായാലും ഒരേപോലെ ഉണ്ടാവണം. എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ മൈൻഡിൽ നിന്ന് വരാൻ പാടില്ല. ഇന്നത്തെ ലോസായിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ കഴിഞ്ഞു, ഇന്നത്തോടു കൂടി കഴിഞ്ഞു, അത് അടുത്ത ദിവസം പിന്നെ വേറെ ട്രേഡ്. അങ്ങനെ ഒരിക്കലും വിന്നും ലോസും നിങ്ങൾക്ക് ത്രില്ലടിപ്പിക്കാൻ പാടില്ല. ആ ഒരു മൈൻഡ് സെറ്റ് വരണം. അതിന് വേണ്ടതാണ് ഈ ട്രേഡിംഗ് പ്ലാൻ നമ്മൾ ഉണ്ടാക്കുന്നത്. ഞാനിവിടെ ഈ കാണിക്കുന്നത് ഒരു ബേസിക് ട്രേഡിംഗ് പ്ലാനാണ്. നിങ്ങളിത് എടുക്കണമെന്ന് ഞാൻ പറയുന്നില്ല, ഇത് എടുക്കാമെന്നും ഞാൻ പറയുന്നില്ല, ഇത് ഫോളോ ചെയ്യാമെന്നും. പക്ഷേ ഈ ഒരു ഐറ്റംസ് ആയിരിക്കണം നിങ്ങളുടെ എന്താ മെത്തഡ്, ആ മെത്തഡിനെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നത്. ഞാൻ ഇപ്പോൾ ഇവിടെ ആദ്യം കാണിച്ചിരിക്കുന്ന ബൈ സെറ്റപ്പിൽ എന്താണ് ഇൻ ദ ഫസ്റ്റ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ട്രേഡിങ്ങിൽ നമ്മുടെ ട്രേഡിങ് ലക്ഷ്യം ഞാൻ മുമ്പേ പറഞ്ഞിട്ട് നമുക്ക് എന്താ വേണ്ടത്. അപ്പം ഞാനാണെങ്കിൽ ഇവിടെ ഇത് എഴുതിയിട്ടില്ല, ഇവിടെ 2 ട്രേഡിനേക്കാളും കൂടുതൽ ഞാൻ ട്രേഡ് ചെയ്യില്ല. 2 trades per day, അതാണ് എൻ്റെ ലക്ഷ്യം. ഞാൻ സ്ക്രിപ്റ്റ്സ് എടുക്കുന്നത് എവിടെ നിന്നാണ്, നിഫ്റ്റി ടോപ്പ് 200 ഷെയറിലത്തെ 1-2 ഷെയർസാണ് ഞാൻ ട്രേഡിങ്ങിൽ നിന്ന് എടുക്കുന്നത്. ഓക്കെ, അതാണ് നമ്മുടെ സെക്കൻഡ് റൂള്. ഇതിൽ ഈ റൈറ്റ് ആൻഡ് റൂളാണ് നമ്മുടെ. ഈ റൈറ്റ് ആൻഡ് റൂളിന് പ്രകാരമാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നത്. സ്ക്രിപ്റ്റ് സെലക്ഷൻ എങ്ങനെയാണ് എടുക്കുന്നത്, 2% പിന്നെ കഴിഞ്ഞ ദിവസത്തേക്കാളും 2% ഹൈയിൽ ഓപ്പണായി, ലോയിൽ ഓപ്പണായി, എബോവ് ഓപ്പൺ 2% ഹൈയിൽ ഓപ്പൺ ആയിട്ടുണ്ടെങ്കിൽ ആ സ്ക്രിപ്റ്റുകളാണ് നമ്മൾ എടുക്കുന്നത്. എത്ര സ്ക്രിപ്റ്റ്സ് നമ്മൾ മാക്സിമം എടുക്കും, 2 സ്ക്രിപ്റ്റ്സ് എടുക്കും. ട്രെൻഡ് ഫൈൻഡ് എങ്ങനെയാണ് എടുക്കുന്നത്, അതിന്ന് നമ്മൾ ട്രെൻഡ് ഏത് ഭാഗത്തേക്ക് ട്രേഡ് എടുക്കേണ്ടത് നമ്മൾ എങ്ങനെയാണ് ചിന്തിക്കുന്നത്, അതിന്ന് നമ്മൾ പ്രീ മാർക്കറ്റ് അനലൈസ് ചെയ്യുന്നുണ്ട്. അതിൽ അഡ്വാൻസ്ഡ് ആൻഡ് ഡിക്ലൈൻ നമ്പേഴ്സ് ഉണ്ട്. അത് അഡ്വാൻസ് ആൻഡ് ഡിക്ലൈൻ നമ്പർ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഏത് സൈഡാണ് മാർക്കറ്റ് എന്ന് നമ്മൾ കണ്ടെത്തുന്നു. ആ ഒരു റൂള് അത് ഫിക്സ് ഒന്നുമില്ല, അത് സക്സസ് ആവണമെന്നില്ല, പക്ഷെ അതാണ് നമ്മുടെ റൂള്. ടൈം സെറ്റപ്പ് എന്താണ്, 9:15 തൊട്ട് 9:30 ഇതാണ് നമ്മുടെ ടൈം റേഞ്ച്. ഏത് റേഞ്ച് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. ഓക്കെ, ട്രെൻഡ് അപ്പാണെങ്കിൽ അപ്പായിരിക്കുമല്ലോ. ട്രെൻഡ് അപ്പാണെങ്കിൽ എൻട്രി എവിടെയാണ് നമ്മൾ ചെയ്യുന്നത്, ബൈ സ്റ്റോപ്പ് ലോസ് ലിമിറ്റ് ബൈ ഓർഡർ ഇട്ട് വയ്ക്കുന്നു. എവിടെ, ഈ 9:30-യും 9:15-യും 9:30-യും റേഞ്ചിൻ്റെ അബൌട്ട് പ്രൈസിൽ എന്ന് പറഞ്ഞാൽ 9:15 തൊട്ട് 9:30 വരെ നമ്മൾ ഈ ട്രേഡ് മാർക്കറ്റ് വാച്ച് ചെയ്തിട്ട് ഈ 9:15 9:30-യുടെ ഏറ്റവും ഹൈ പ്രൈസിൻ്റെ മുകളിൽ നമ്മൾ ഈ ഓർഡർ ഇട്ട് വയ്ക്കുന്നു. സ്റ്റോപ്പ് ലോസ് എവിടെയാണ്, ആ ഡേയ്സിലെ
ആ 15 മിനിറ്റിൻ്റെ ചോടെ എന്ന് പറഞ്ഞാൽ ലോ പ്രൈസിൽ നമ്മൾ അതിൻ്റെ സ്റ്റോപ്പ് ലോസ് ഇട്ട് വയ്ക്കുന്നു. ട്രേഡ് ക്യാൻസലാവും. ഇപ്പം ട്രേഡ് ബൈ ആയില്ല, ടോപ്പിൽ പോയിട്ട് ബൈ ആവാണ്ട് താഴത്തെ റേഞ്ച് കട്ടായിട്ടുണ്ടെങ്കിൽ ആ ട്രേഡ് ക്യാൻസലായി. റിസ്ക് എത്ര എടുക്കുന്നു? നമ്മൾ ഒരു ട്രേഡിന് 1000 രൂപ റിസ്ക് എടുക്കണം. ക്വാണ്ടിറ്റി എങ്ങനെയാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്? ഈ റിസ്ക് ഡിവൈഡഡ് ബൈ എൻട്രി മൈനസ് സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞാൽ എൻട്രി നമുക്കറിയാം ആ ദിവസം ആ 15 മിനിറ്റിൻ്റെ ഹൈ പ്രൈസ് മൈനസ് ആ 15 മിനിറ്റിലത്തെ ലോ പ്രൈസ്. അതിന് നമ്മൾ റിസ്ക് ഈ 1000 രൂപയിൽ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ക്വാണ്ടിറ്റിയാണ് നമ്മൾ എൻ്റർ ചെയ്യുന്നത്. അതാണ് മണി മാനേജ്മെൻറ്റ് എന്ന് ഞാൻ പറഞ്ഞത്, റിസ്ക് കൺട്രോള്. ഓക്കെ, ടാർഗറ്റ് ഈ റിസ്ക് എത്ര രൂപയുടെ റിസ്ക് എടുക്കുന്ന ആ റിസ്കിൻ്റെ 2 ഇരട്ടി എന്ന് പറഞ്ഞാൽ 1000 രൂപ എടുക്കുന്നത് 2000 രൂപ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എക്സിറ്റ് ആവുന്നു. ട്രയൽ സ്റ്റോപ്പ് ലോസ് നമ്മൾ സ്റ്റോപ്പ് ലോസ് എപ്പോഴാണ് ഉയർത്തുന്നത്? അപ്പോൾ ഏറ്റവും ലോയിൽ ഡേയ്സ് ലോയിലെന്നുണ്ടെങ്കിൽ അത് എപ്പോഴാണ് മുകളിലേക്ക് കയറ്റുന്നത്? ഒരു 1 hour എന്ന് പറഞ്ഞാൽ ഒരു റിസ്കിൻ്റെ 1000 രൂപ കയറി കഴിഞ്ഞാൽ നമ്മൾ ബ്രേക്ക് ഈവൻ നമ്മൾ എൻട്രി പ്രൈസിലേക്ക് സ്റ്റോപ്പ് ലോസ് മൂവ് ചെയ്യുന്നു. ഒരു നോട്ട്, ആഫ്റ്റർ മാർക്കറ്റ് റെക്കോർഡ് റേറ്റ്സ് വിത്ത് പിൻ പോയിന്റ് എന്ന് പറഞ്ഞാൽ മാർക്കറ്റിന് ശേഷം നിങ്ങൾ ഇത് റെക്കോർഡ് ചെയ്യണം. നിങ്ങളുടെ ഓരോ ട്രേഡ് റെക്കോർഡ് ചെയ്ത് പിൻ പോയിന്റ് ചെയ്യുന്ന നിങ്ങളുടെ ഡിസിപ്ലിൻ എങ്ങനെ ഉണ്ടായിരുന്നു, നിങ്ങൾ റോങ് ചെയ്തിട്ടുണ്ടോ അത് ക്ലിയറായിട്ട് മെൻഷൻ ചെയ്യണം എന്ന് പറഞ്ഞാൽ പിന്നെ എന്തെങ്കിലും നിങ്ങളത് റോങ് ആയിട്ട് നിങ്ങളത് ചെയ്തിട്ടുണ്ടെങ്കിൽ അടുത്ത ഇതിൽ അത് നോട്ട് ചെയ്ത് വെക്കുന്ന കാരണം നിങ്ങൾക്ക് രണ്ടാമത് ആ തെറ്റ് വരാൻ പാടില്ല. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അത് ചെയ്യുന്നത്. അപ്പോൾ ബൈ സെറ്റപ്പ് ഫസ്റ്റ് എന്താ ചെയ്യുന്നത്? നമ്മൾ ഈ നിഫ്റ്റി 200 സ്ക്രിപ്പ് എടുക്കുന്നു, കാലത്ത് നോക്കണു 9:20 25 ആകുമ്പോൾ നോക്കണു. എന്താ നോക്കണത്? 2% മുകളിലാണോ ഓപ്പൺ ആയിരിക്കുന്നതാണ്. 2% മുകളിൽ ഓപ്പൺ ആയ 2 സ്ക്രിപ്പുകൾ എടുക്കുന്നു. എന്നിട്ട് അതിൻ്റെ മാർക്കറ്റിൻ്റെ അപ്പോഴത്തെ അഡ്വാൻസും ഡിക്ലൈൻ നമ്പർ നോക്കണം. അതിനനുസരിച്ചിട്ട് ഏത് സൈഡാണ് ട്രെൻഡ് നോക്കുന്നു. ആ ട്രെൻഡ് അപ്പാണെങ്കിൽ നമ്മൾ 9:30ക്കാണ് ട്രേഡ് നമ്മൾ എൻട്രി ചെയ്യുന്നത്. 9 അപ്പോൾ 15 മിനിറ്റിലത്തെ ഹൈ പ്രൈസും ലോ പ്രൈസും. ഹൈ പ്രൈസിൻ്റെ മുകളിൽ നമ്മൾ സ്റ്റോപ്പ് ലോസ് ബൈ ഓർഡർ ഇടുന്നു, ലിമിറ്റ്. അപ്പോൾ എന്താ നമ്മൾ ലിമിറ്റ് ഓർഡർ ഇടുന്ന? നമ്മൾ അപ്പം തന്നെ മാർക്കറ്റിൽ വാങ്ങുകയല്ല ചെയ്യുന്ന. അപ്പോൾ നമ്മൾ ഹൈ പ്രൈസ് ആ 15 മിനിറ്റിൽ ഹൈ പ്രൈസ് ബ്രേക്ക് ചെയ്യണമെങ്കിൽ മാത്രമേ നമ്മൾ വാങ്ങാൻ പാടുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് സ്റ്റോപ്പ് ലോസ് ലിമിറ്റ് ബൈ ഓർഡർ ഇടുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് ആ സമയത്ത് അതിൻ്റെ ചോടയാണ് നടക്കുന്നുണ്ടാവുക. അത് കാരണം നമ്മൾ മുകളിലത്തെ നമ്മുടെ ആ റേഞ്ച് ബ്രേക്ക് ചെയ്യണമെങ്കിൽ മാത്രം നമുക്ക് ബൈ ചെയ്യാൻ പാടുള്ളൂ. ബൈ ചെയ്ത ഉടൻ നമുക്ക് സ്റ്റോപ്പ് ലോസ് ഇടുന്നുണ്ട് ലോ നമ്മുടെ അപ്പോഴത്തെ ഏറ്റവും ലോ പ്രൈസ്. ആ പ്രൈസിൻ്റെ ചോടെ നമ്മൾ സ്റ്റോപ്പ് ലോസ് മാർക്കറ്റോ സ്റ്റോപ്പ് ലോസ് മാർക്കറ്റോ ലിമിറ്റോ ഇട്ട് വയ്ക്കുന്നു. ഇനിയിപ്പോൾ ഇത് ട്രേഡ് ബൈ ആവാണ്ടേ ഇരിക്കുമ്പോൾ താഴെ പോയി ലോ റേഞ്ച് ബ്രേക്ക് ആയി കഴിഞ്ഞാൽ നമ്മൾ അന്ന് ആ ട്രേഡ് ചെയ്യില്ല, ആ റിസ്ക്. അപ്പോൾ ബൈ സെറ്റപ്പ് മനസ്സിലായില്ലേ? ഇതെന്ന് നേരെ തിരിച്ചാണ് സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ ബൈ സെറ്റപ്പ് നമ്മൾ ആദ്യം ബൈ ചെയ്യുന്നത്. ഇത് രണ്ടാമതുള്ളത് സെൽ സെറ്റപ്പ്. നമ്മൾ ഷോർട്ട് ആദ്യം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ വിൽക്കുന്നു ആദ്യം, എന്നിട്ട് തിരിച്ച് വാങ്ങുന്നതാണ് ഷോർട്ട് സെറ്റപ്പ് എന്ന് പറയുന്നത്. ഷോർട്ട് സെറ്റപ്പിൽ ബാക്കിയെല്ലാം സെയിം തന്നെയാണ്. ഇത് ഇന്നലത്തേക്കാളും 2% ചോടെ ഓപ്പൺ ആവണ സാധനങ്ങളാണ് നമ്മൾ സ്ക്രിപ്പ് ചെയ്യുന്നത്. അത് 2 സ്ക്രിപ്പ് തന്നെ. ഇതിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? ഈ അഡ്വാൻസ് ഡിക്ലൈനിൽ ഡൗൺ ട്രെൻഡ് ആണെങ്കിൽ മാത്രമാണ് നമ്മൾ ഈ സെല്ലിങ് ഓർഡർ എടുക്കണല്ലോ. അപ്പോൾ എൻട്രി സെല്ല് സെയിം തന്നെ. നേരത്തെ ബൈയിങ്ങിന്ന് നമ്മൾ 15 മിനിറ്റിൻ്റെ ഹൈ പ്രൈസ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ സെല്ലിങ്ങിന്ന് 15 മിനിറ്റിൻ്റെ ലോ പ്രൈസിൽ സെല്ല് ചെയ്യുന്നു. മാർക്കറ്റ് ആ ഹൈ പ്രൈസിൽ നമ്മൾ സ്റ്റോപ്പ് ലോസ് ഇടുന്നു. ബാക്കി റൂൾസൊക്കെ സെയിമാണ്, ഒരു വ്യത്യാസവും ഇല്ല. അപ്പോൾ നമുക്ക് ഇതിപ്പോൾ ഇത് മനസ്സിലായി എന്നറിയില്ല. ഇത് രണ്ടും ഇത് നിങ്ങൾക്ക് ഇതുപോലെ ആയിരിക്കുന്ന ഒരു ട്രേഡിംഗ് പ്ലാൻ. ഇത്രയും റൂൾസ് മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. ഇത്രയും റൂൾസ് എന്ന് പറഞ്ഞാൽ അധിക റൂൾസ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഡൗട്ടുകൾ വരും, നിങ്ങൾക്ക് എക്സിക്യൂഷൻ ചെയ്യാൻ പറ്റാണ്ട് വരും. അപ്പോൾ നിങ്ങൾ വളരെ സിമ്പിളായിട്ടുള്ള ട്രേഡ് സെറ്റപ്പ് ഉണ്ടാക്കുക. സ്റ്റാർട്ടിങ്ങൊക്കെ അങ്ങനെ മതി. എല്ലാം വെൽ ക്ലിയർ ആയിട്ട് ആയിരിക്കണം. നിങ്ങൾ റോബോട്ടിക് എന്ന് പറഞ്ഞാൽ ഈ സംഭവം കൂടെ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്കറ്റിൽ എന്ത് നടക്കുന്നു അതൊന്നും ചിന്തിക്കുന്നത് ഇതില്ല. നിങ്ങളുടെ ഈ കാര്യങ്ങൾ സെറ്റപ്പ് ആയി കഴിഞ്ഞാൽ നിങ്ങൾ ട്രേഡ് എടുക്കണം. എന്ന് പറഞ്ഞാൽ നമ്മൾ റിസ്ക് മാനേജ്മെൻറ്റ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ഇനി ആ ട്രേഡ് ഫെയിൽ ആവുകയാണെങ്കിൽ 1000 rupees ആണ് പോണത്.
നമ്മൾ റിസ്ക് എടുക്കുന്നത്. അപ്പോൾ അത് നോക്കിയിട്ട് വേണം നിങ്ങൾ. ഇത് വേണമെങ്കിൽ കുറയ്ക്കട്ടെ, ഞാനിപ്പോൾ 1000 ഇട്ടു എന്നല്ലോ, നിങ്ങൾ 100 rupees ഇടാം, എത്ര വേണമെങ്കിൽ അത് യൂസ് ചെയ്യാം, അതിനനുസരിച്ച് ക്വാണ്ടിറ്റി. അപ്പോൾ നിങ്ങൾ തുടങ്ങുമ്പോൾ വളരെ, ഇനിയിപ്പോൾ ഒരു ക്വാണ്ടിറ്റി ചെയ്താലും കുഴപ്പമില്ല, സ്റ്റാർട്ടിങ് ചെയ്യുമ്പോൾ ഒരു ക്വാണ്ടിറ്റി ചെയ്താലും നിങ്ങൾക്ക് അതിൻ്റെ ഇതാവും. ഇതാണ് ട്രേഡിംഗ് പ്ലാൻ. ഈ ട്രേഡിംഗ് പ്ലാൻ, കഴിഞ്ഞ വീഡിയോകളൊക്കെ ട്രേഡിംഗ് പ്ലാൻ എന്താണെന്ന് ചോദിച്ച കാരണം പറഞ്ഞ കാരണം ഞാൻ ഈ ഒരു വീഡിയോ ഉണ്ടാക്കിയത്. ഇതാണ് ഒരു ട്രേഡിംഗ് പ്ലാൻ. 2 പ്ലാനല്ല, ഒന്ന് ബൈയിങ്ങിന് വേണ്ടിയിട്ടും ഒന്ന് സെല്ലിങ്ങിന് വേണ്ടിയിട്ടും. അപ്പോൾ സെയിമാണ്. സെല്ലിങ്ങെന്ന് വെച്ചാൽ അതിൻ്റെ ഡയറക്ഷൻ മാത്രമേ ചേഞ്ച് ആവുള്ളൂ. അപ്പോൾ സിമ്പിളായിട്ടുള്ള കാര്യം ഇത്. ആദ്യം നമ്മുടെ ഒരു ലക്ഷ്യം എന്താണ്? 2 ട്രേഡിനേക്കാളും കൂടുതൽ ട്രേഡ് ചെയ്യില്ല. മാസ്റ്റർ ഏതാണ്? നിഫ്റ്റി 200 ടോപ്പ്, നിഫ്റ്റിയിലത്തെ 200 ടോപ്പ് കമ്പനികളിൽ ഏതെങ്കിലും 2 സ്ക്രിപ്പാണ് നമ്മൾ എടുക്കുന്നത്. ആ 2 സ്ക്രിപ്പ് എടുക്കുന്നത് എങ്ങനെ? 2% മുകളിൽ ഓപ്പൺ ആവുന്നത്. പറഞ്ഞാൽ ഇന്നലത്തെ ക്ലോസിങ് പ്രൈസും ഇന്നത്തെ ഓപ്പൺ പ്രൈസും നമ്മൾ 2% കൂടുതലാവുമ്പോൾ, ബാക്കിയെല്ലാം ക്ലീനായിട്ട് നമ്മളിതിൽ പ്ലാൻ ചെയ്തിട്ടുണ്ട്, പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുകയാണ് ഒക്കെ നോട്ട്. ഇത് ശരിക്കും ബ്രെയിനിലേക്ക് മെമ്മറി ചെയ്ത് വെച്ച പോലെയാണ് നമ്മൾ ഈ ട്രേഡിംഗ് പ്ലാൻ എന്ന് പറഞ്ഞത്. അതാണ് ട്രേഡിംഗ് പ്ലാൻ വളരെ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞത്. വെറും ട്രേഡിംഗ് പ്ലാനാണ്, നിങ്ങൾ അതിനെ ഫോളോ ചെയ്യാൻ പറ്റിയാൽ മതി, അതിനെ എറർലെസ്ലി എക്സിക്യൂഷൻ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റിയാൽ മതി. നിങ്ങളുടെ സ്റ്റാർട്ടിംഗ് ആയിട്ടുള്ള ആ ഒരു ഇത് തുടങ്ങും. പിന്നെ ഇനിയിപ്പോൾ നമ്മൾ NSEയുടെ സൈറ്റിലേക്ക് പോകണം. NSEയുടെ സൈറ്റിൽ പോയാൽ ഇവിടെ അബൌട്ട് മാർക്കറ്റ് ഡാറ്റ എടുക്കുക, പ്രീ ഓപ്പൺ മാർക്കറ്റ്, ഈക്വിറ്റി SME ഉണ്ട്, ഇത് എടുത്താൽ മതി. മാർക്കറ്റ് ഡാറ്റ എടുക്കുക, ഈക്വിറ്റി സെറ്റിൽ. ഇത് ടോപ്പ് നിഫ്റ്റിയുടെ 50 ഷെയർസാണ് കാണിക്കുന്നത്. നമ്മളിത് 200 വേണമെങ്കിൽ ആക്കാം. അതിൽ 200 ആക്കാം. നിഫ്റ്റി 200 എന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിഫ്റ്റി 200. അപ്പോൾ നിഫ്റ്റി 200 ഫുൾ ഷെയർസ് കാണിക്കുന്നത് കണ്ടോ. അപ്പോൾ ഇനി നമ്മൾ എന്താ നോക്കുന്നത്? 2% അപ്പ് അല്ലെങ്കിൽ 2% ഡൗണാണ് നോക്കണത്. അപ്പോൾ ഇവിടെ പോയിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യുക. പെർസെൻറ്റേജ് ചേഞ്ചാണ് നമ്മൾ മാറ്റുന്നത് കണ്ടോ. പെർസെൻറ്റേജ് ചേഞ്ച് മാറ്റി കഴിഞ്ഞാൽ ഇവിടെ 2%, നമുക്ക് 2% മുകളിൽ കുറേ ഷെയർസ് ഉണ്ട്. നമുക്കിപ്പോൾ ഫസ്റ്റ് കാണുന്ന സൺഫാർമ, അത് കഴിഞ്ഞ BDL, നമുക്ക് ഈ 2 എടുത്താൽ മതി, BDL ആൻഡ് സൺഫാർമ. അപ്പോൾ 2 നമ്മൾ ടോപ്പ് ഷെയർ നമ്മൾ സെലക്ട് ചെയ്തു. ഓക്കെ, ടോപ്പ് ഷെയർ നമ്മൾ ബൈയിങ്ങിന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്തു. പിന്നെ ലോ, ഇതെന്നെ ഒന്നുകൂടി ഫിൽട്ടർ ചെയ്ത് കഴിഞ്ഞാൽ ലോ ഏറ്റവും 2% ഡൗണിൽ ഓപ്പൺ ആയത് കണ്ടോ. 2% ഡൗണ് ചോള ഫൈനാൻസും ഹീറോ മോട്ടറും. അപ്പോൾ 2 ഷെയർ ഇവിടുന്നും 2 ഷെയർ അവിടുന്നും നമ്മൾ എടുത്തു കഴിഞ്ഞു. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ സെലക്ട് ചെയ്തതെന്ന് മനസ്സിലായില്ലേ? ഷെയർ NSEയുടെ സൈറ്റിലേക്ക് പോകണം. ഒരു 9:15 ശേഷം 9:20 ആകുമ്പോൾ നിങ്ങൾ നോക്കിയാൽ മതി. നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഏത് ഷെയറാണ് ഓപ്പണിങ് ചേഞ്ച് ആയിരിക്കുന്നതെന്ന്. 9:15 9:20 ഇടയിൽ നിങ്ങൾക്ക് ചെയ്യാം. ഇതൊന്നും നിങ്ങൾക്ക് ഏത് വേണമെങ്കിൽ ആക്കാം. 150 ആക്കാം, മിഡ് ക്യാപ്പ് ആക്കാം, നിഫ്റ്റി 100 ടോപ്പ് ഷെയർസിലാക്കാം. അങ്ങനെ ഏത് കമ്പനിയും F&Oയിലേക്ക് വേണമെങ്കിൽ F&Oയിലത്തെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഇവിടെ കണ്ടോ, സെക്യൂരിറ്റീന്ന് F&Oയിലേക്ക് നമുക്ക് സെലക്ട് ചെയ്യാം. ഏതാണ് നിങ്ങൾക്ക് വേണ്ടത്? ഞാൻ ഇപ്പോൾ ഇവിടെ അത് 200 നിഫ്റ്റി ടോപ്പ് 200 എന്ന് കാണിച്ചതെന്ന് മാത്രം. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും അതിനനുസരിച്ചിട്ട് ഇതാക്കാം. അപ്പോൾ മാർക്കറ്റ് ഡാറ്റ ഈക്വിറ്റി 9:15 മാർക്കറ്റ് സ്റ്റാർട്ടായ ശേഷം നോക്കിയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ സംഭവം കിട്ടും. ഇനി ട്രെൻഡ് എങ്ങനെയാണ് ഞാൻ പറഞ്ഞില്ല. ട്രെൻഡ് എങ്ങനെയാണ്? ഇതേ 200 എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിഫ്റ്റി 200 എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണിക്കും. നോക്കുക, അഡ്വാൻസ് 126, ഡിക്ലൈൻ 75. അപ്പോൾ എന്താ അഡ്വാൻസ് 126 ഷെയർ അപ്വേർഡാണ്, ഡിക്ലൈൻ 75 ഡൗൺവേർഡാണ്. അപ്പോൾ ഏതാ കൂടുതൽ അഡ്വാൻസ്. അപ്പോൾ നമ്മൾ ബൈയിങ്ങിലാണ് നോക്കേണ്ടത്. ഇന്നത്തെ ദിവസം ബൈയിങ് ഓർഡറാണ് നോക്കേണ്ടത്. മനസ്സിലായോ? അപ്പോൾ ടോപ്പ് 2 കമ്പനി 2% അപ്പിലുള്ള 2 കമ്പനി എടുക്കുക. എന്നിട്ട്
സെറ്റപ്പ് ബൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓർഡറുകൾ ഇടുക. ഓർഡറുകൾ എടുക്കുന്നത് എങ്ങനെയാണ്? ഇപ്പോൾ 2% ഇല്ലെങ്കിൽ 1.9 ഒക്കെ എടുക്കാം. ഇപ്പോൾ 2% മുകളിലുള്ള കാരണം നമ്മൾ ഈ 2 കമ്പനി BDL-ഉം സൺഫാർമയും നമ്മൾ സെലക്ട് ചെയ്തു. ഈ 2 ഷെയറിൽ നിങ്ങൾക്ക് ഓർഡർ ഇടാം. മനസ്സിലായില്ലേ? ആദ്യം 200-ൽ നമ്മൾ നോക്കണു, 2 കമ്പനി എടുക്കുന്നു. 200-ൽ അഡ്വാൻസ് ഡിക്ലൈൻ നോക്കണു. ഇതിൽ അപ്വേർഡാന്ന് കാണിക്കുന്നത്. ചിലപ്പോൾ ഇത് 2 സെയിം ആണെങ്കിൽ നിങ്ങൾക്ക് 2 സൈഡും ട്രേഡ് എടുക്കാം. സെല്ലിങ്ങും എടുക്കാം, ബൈയിങ്ങും എടുക്കാം. ഇതിപ്പോൾ 1 സൈഡാണ് നല്ലത്. 50 കമ്പനികളുടെ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ അപ്വേർഡാണ് നമുക്ക് സാധ്യത കൂടുതൽ. അപ്പോൾ അപ്പ് ട്രെൻഡാണെന്നുണ്ടാവുക എന്ന് നമ്മൾ വിചാരിക്കുക. ഇതൊന്നും പ്രോബബിലിറ്റി മാത്രമാണ് കേട്ടോ, ഒരു ഉറപ്പുമില്ല. പക്ഷേ നമ്മൾ ഒരു ഗൈഡൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണത്. അപ്പോൾ ഇതിന്ന് നമ്മൾ ഫോളോ ചെയ്യാന്ന്, ബ്ലൈൻഡായിട്ട് ഇതിന്ന് ഫോളോ ചെയ്യുക. അത് കാരണമാണ് നമുക്ക് എന്ത് പ്രശ്നങ്ങൾ വരുമ്പോഴും നമ്മൾ ഗാംബ്ലിങ് മോഡിൽ പോവില്ല. എന്താ പറയുക, നമ്മളൊരു പ്ലാനിനനുസരിച്ചിട്ട് ട്രേഡ് ചെയ്യാന്ന്. അതാണ് ഈ ട്രേഡിംഗ് പ്ലാനും ഇതിൻ്റെ ട്രേഡിംഗ് പ്ലാനിൻ്റെ കീ പോയിന്റുകളിലും ഉള്ള കാരണം. അപ്പോൾ ഇതിൽ മനസ്സിലായില്ലേ നിങ്ങൾ ട്രേഡിങ് എങ്ങനെ? ഇപ്പോൾ ഞാൻ ഇത് മുമ്പ് ഇത് കാണിച്ച ഈ സെറ്റപ്പിന് അനുസരിച്ചിട്ടുള്ളതാണ് കേട്ടോ ഞാൻ ഇത് പറഞ്ഞത്, ഇത് കാണിക്കുന്നത്. അപ്പോൾ സ്ക്രിപ്റ്റ് സെലക്ഷൻ മനസ്സിലായില്ലേ? ഒരു ലിസ്റ്റ് ആക്കുക. ഇവിടെ ഞാൻ നേരത്തെ കാണിച്ചത് 200 സ്ക്രിപ്റ്റാണ്. എന്നിട്ട് 9:30 ഫിൽട്ടർ സ്ക്രിപ്റ്റ്സ് 2% അപ്പും പ്രീവിയസ് ഡേയിൽ. അത് 1-2 കമ്പനി നമ്മൾ സെലക്ട് ചെയ്യാം. ഇവിടെ ഞാൻ SBI സെലക്ട് ചെയ്തു എന്നല്ലോ. നോട്ട് 9:15 9:30 നമ്മൾ 9:30 ശേഷമാണ് ഈ ഓർഡർ ഇടുക. 30 ഹൈ ലോ നോക്കുക. ഹൈ 760 ഞാൻ SBIയുടെ കാണിക്കുന്ന 760, ലോ 750. അപ്പോൾ കാൽക്കുലേറ്റ് ഡിഫറൻസ്, ഈ ഹൈ ലോൻ്റെ ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ 10 രൂപയുടെ ഡിഫറൻസ് അല്ലത്. ഇനി റിസ്ക് നമ്മളെങ്ങനെ എടുക്കുന്നത്? നമ്മുടെ റിസ്ക് എമൗണ്ട് നമ്മൾ ഡിസൈഡ് ചെയ്തിട്ടുണ്ട്, പ്ലാൻ ചെയ്തിട്ടുണ്ട് 1000 രൂപയാണ്. അപ്പോൾ ഈ 1000 ഡിവൈഡഡ് 10 എന്ന് പറഞ്ഞാൽ ഈ കാൽക്കുലേഷൻ്റെ 10 എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ക്വാണ്ടിറ്റി കിട്ടി. അത് 100 ക്വാണ്ടിറ്റിയാണ് നമ്മൾ എൻ്റർ ചെയ്യുന്നത്. ഡിസൈഡ് യുവർ ക്വാണ്ടിറ്റി ആസ് പെർ റിസ്ക് എമൗണ്ട്. 1000 ഡിവൈഡഡ് 10. ഇനി എന്താ പറഞ്ഞാൽ സ്റ്റോപ്പ് ലോസ് ലിമിറ്റ് ഓർഡർ ഇടുക. എന്താണ് മാർക്കറ്റ് ഹൈ 760. അപ്പോൾ 760.0 5 പൈസ മുകളിൽ നമ്മൾ ഈ ഓർഡർ ഇടുന്നു. സ്റ്റോപ്പ് ലോസ് ലിമിറ്റ് ഓർഡർ ഇടുക എന്ന് പറഞ്ഞാൽ 760.05 ട്രിഗർ പ്രൈസ് ഇടണം. അതിൻ്റെ മുകളിൽ 761 രൂപ നിങ്ങൾക്ക് ലിമിറ്റ് 2 പ്രൈസ് അടിക്കേണ്ടി വരും. ഇതെന്താണ് അടിക്കുന്നത് പറഞ്ഞാൽ ഈ പ്രൈസിൻ്റെ ചോടയാണ് മാർക്കറ്റ് നടക്കുന്നുണ്ടാവും ആ സമയത്ത്. അല്ല നടക്കണില്ലെങ്കിൽ അപ്പം തന്നെ അത് ബൈ ആവും. നമ്മളപ്പോൾ സ്റ്റോപ്പ് ലോസ് ലിമിറ്റ് ഇട്ടില്ലെങ്കിൽ എന്താവും പറഞ്ഞാൽ അപ്പം തന്നെ ബൈ ആവും. നമുക്ക് അപ്പോൾ ബൈ ആവണ്ട. നമുക്ക് എന്താ പറഞ്ഞാൽ ഈ 760 മുകളിൽ പോയാലോ നമുക്ക് ബൈ ആവുണ്ടോ? ഈ ബൈ ആയി കഴിഞ്ഞാൽ ഈ 750 ചോട 749.95 എന്ന് പറഞ്ഞാൽ ഒരു 5 പൈസ ചോട നമ്മൾ സ്റ്റോപ്പ് ലോസ് മാർക്കറ്റിൽ ലിമിറ്റ് അല്ല ഇടുക. സ്റ്റോപ്പ് ലോസ് മാർക്കറ്റ് അതെന്താ സംഭവം പറഞ്ഞാൽ ഈ സ്റ്റോപ്പ് ലോസ് ലിമിറ്റ് പറഞ്ഞാൽ ഇനിയിപ്പോൾ അതിൻ്റെ മുകളിൽ ജമ്പ് ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഓർഡർ ഫില്ലാവില്ല. അത് ബൈയിങ്ങിന് വേണ്ടിയിട്ടാണ്. അത് കാരണം കുഴപ്പമില്ല. പക്ഷേ നമ്മൾ ബൈ ചെയ്ത സാധനം താഴെ വരുമ്പോൾ പോകണം, എന്തായാലും പോയിരിക്കണം. അതാണ് സ്റ്റോപ്പ് ലോസ് മാർക്കറ്റ് ഇടുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് 2 സൈഡും ഇടാട്ടെ. യു ക്യാൻ പ്ലേസ് അനദർ സെൽ ഓർഡർ പ്രോഫിറ്റ് ബുക്കിങ്ങിന് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു രണ്ട് റിസ്കിൻ്റെ 2 ഇരട്ടിയോ 3 ഇരട്ടിയോ എന്താ റേറ്റ് വരുന്ന ആ റേറ്റിൽ സെല്ലിങ്ങും ഇടാം. അപ്പോൾ സെല്ലിങ് ആയി കഴിഞ്ഞിട്ട് നമ്മൾ സ്റ്റോപ്പ് ലോസ് ഓർഡർ ക്യാൻസൽ ചെയ്യണം. സ്റ്റോപ്പ് ലോസ് പൊട്ടി കഴിഞ്ഞാൽ സെല്ലിങ് ഓർഡർ ക്യാൻസൽ ചെയ്യണം. അത് നിങ്ങൾക്ക് പ്രാക്ടിക്കലായിട്ട് നിങ്ങൾക്ക് നോക്കിയാലോ മനസ്സിലാവുമല്ലോ. ഞാനിങ്ങനെ ഇവിടെ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്കതിൻ്റെ മനസ്സിലാവാൻ കുറവാണ്. അപ്പോൾ നിങ്ങൾ പ്രാക്ടിക്കലായിട്ട് ഇത് കെയർഫുള്ളായിട്ട് ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നോക്കി വെച്ചിട്ട് എങ്ങനെയാണ് ബൈ ഓർഡർ ഇടുന്നത്, എങ്ങനെ സെൽ ഇടുന്നത് നിങ്ങളൊന്ന് നോക്കി വെക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻസ് കൂടെ എന്നെ അറിയിക്കാം. ഞാൻ നിങ്ങളെ ഗൈഡ് ചെയ്യാൻ വേണമെങ്കിൽ. പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാവും. ആദ്യത്തെ ഒറ്റ പ്രാവശ്യം കൊണ്ട് ഇത് മനസ്സിലാവില്ല, പുതിയ ആൾക്കാർക്ക് കേട്ടോ. പഴയ ആൾക്കാർക്ക് എങ്ങനെ എല്ലാം കലക്കി കുടിച്ചവരുണ്ടാവുക. പക്ഷേ പുതിയ ആൾക്കാർക്ക് ഈ സ്റ്റെപ്പ് ബൈ നിങ്ങൾ ഇത് പഠിച്ചിട്ട് പോകേണ്ടി വരും. ഓക്കെ. അപ്പോൾ ഇത്രയായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ടെസ്റ്റ് ചെയ്യാം.
എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ബാക്ക് ടെസ്റ്റ് ഹിസ്റ്റോറിക്കൽ ഡാറ്റ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്യാം. അപ്പോൾ ഒരു കമ്പനിയുടെ ഡാറ്റ ഉണ്ട്, കഴിഞ്ഞ ഒരു മാസത്തെയോ അല്ലെങ്കിൽ ഒരു കൊല്ലത്തെ ഡാറ്റ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് ചെക്ക് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് പേപ്പർ ട്രേഡ്, പൈസ ഇറക്കേണ്ട, നിങ്ങൾ ജസ്റ്റ് ഈ കാര്യങ്ങൾ ഡമ്മി ആയിട്ട് ചെയ്യുക. എല്ലാ ദിവസവും 9:20 നിങ്ങൾ ആ സ്ക്രിപ്റ്റ് സെലക്ട് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് 9:30 നിങ്ങളുടെ ഇത് ആ സ്ക്രിപ്റ്റിൻ്റെ ഹൈ ലോ നോട്ട് ചെയ്ത് വയ്ക്കുക. എന്നിട്ട് നിങ്ങൾ ഓർഡർ ഇട്ടു എന്ന് ഡമ്മി ആയിട്ട് വിചാരിക്കുക. അതേപോലെ എന്നിട്ട് അതിനെ വാച്ച് ചെയ്യുക. അങ്ങനെ പേപ്പർ ട്രേഡ് എന്ന് പറയും. ലൈവായിട്ട് പേപ്പർ ട്രേഡ് ചെയ്യുക. എന്നിട്ട് അതുകൊണ്ട് നിങ്ങൾക്ക് കോൺഫിഡൻസ് കിട്ടും. ഓക്കെ, ഇത് കുഴപ്പമില്ലല്ലോ, ഓക്കെ ഇത് നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് കോൺഫിഡൻസ് വരും. ആ കോൺഫിഡൻസ് നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ക്വാണ്ടിറ്റിയോ 2 ക്വാണ്ടിറ്റിയോ നിങ്ങൾക്ക് ലൈവായിട്ട് തന്നെ തുടങ്ങാം. ലൈവായിട്ട് തുടങ്ങി നിങ്ങൾക്ക് ഇത് വരും. അത് നല്ലൊരു കോൺഫിഡൻസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സിക്യൂഷൻസ്, ആ ഒരു ഷെയർ കൊണ്ട് നിങ്ങൾ എക്സിക്യൂഷൻ പഠിക്കുക. എക്സിക്യൂഷൻ പറഞ്ഞാൽ ഈ സ്റ്റോപ്പ് ലോസ് ലിമിറ്റ്, സ്റ്റോപ്പ് ലോസ് മാർക്കറ്റ് ഓർഡർ ഇട്ട് വയ്ക്കാനുള്ള, ഇടാനുള്ള ആ ഒരു ടാബിൽ യൂസ് ചെയ്യാനുള്ളത്, അല്ലെങ്കിൽ മൊബൈൽ യൂസ് ചെയ്താലുള്ളത്, അല്ലെങ്കിൽ കീപാഡ് കൂടെ ചെയ്യാനുള്ളത്, ഓർഡർ ഇടാന്നുള്ള ആ കാര്യങ്ങൾ ഒരു ഷെയർ ഇട്ടിട്ട് നിങ്ങൾക്ക് 2 മാസം 3 മാസം 6 മാസം വരെ നിങ്ങൾക്ക് അത് പ്രാക്ടീസ് ചെയ്യണം. എല്ലാം ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ പൊസിഷൻ സൈസ് നിങ്ങൾക്ക് മാറ്റിക്കൊണ്ടേയിരിക്കാം. ഇപ്പോൾ 100 രൂപയ്ക്ക് നിങ്ങൾ ആദ്യം റിസ്ക് എടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ 1000 ആവാം 2000 നിങ്ങളുടെ എമൗണ്ട് നിങ്ങളുടെ ക്യാപിറ്റലിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഈ റിസ്ക് കൂട്ടാം. പക്ഷേ ഒറ്റയടിക്ക് ഇതിൽ കയറാണ്ട് ഇതിനെ ശരിക്കും മനസ്സിലാക്കി പഠിച്ച് എക്സിക്യൂഷനൊക്കെ കറക്റ്റാക്കി മെല്ലെ ഡെവലപ്പായി കയറണം. ഒരു 5-6 മാസം പിടിച്ചാലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെയാണ് ഈ പുതിയ ആൾക്കാർ ഈ ട്രേഡിങ്ങിലേക്ക് വരുന്നത്. ഇതിപ്പോൾ ഞാൻ ഇതിൽ കാണിച്ച എന്താ ട്രേഡിങ്, ഒരു ബേസിക്സ് ട്രേഡിംഗ് പ്ലാൻ എങ്ങനെ ഉണ്ടാക്കുക എന്നതാണ്. ഞാൻ ഇതുപോലെ ഒന്ന് ഫോളോ ചെയ്യാൻ ഞാൻ പറയില്ല. നിങ്ങൾ നിങ്ങളുടേതായ ഐഡിയയിൽ ഉണ്ടാക്കാം. നിങ്ങൾ മാർക്കറ്റിന് വാച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പല ഐഡിയകൾ വരും. ആ ഐഡിയകൾ വെച്ചിട്ട് നിങ്ങൾക്ക് ഇതുപോലെ ട്രേഡിംഗ് പ്ലാൻ ഉണ്ടാക്കാം. ആ ട്രേഡിംഗ് പ്ലാനിനെ നിങ്ങൾ ഫോളോ ചെയ്യുക. ആ ഫോളോ ചെയ്യുമ്പോൾ നിങ്ങൾ ഓട്ടോമാറ്റിക് നിങ്ങളൊരു ബിസിനസ്സിൽ ബിസിനസ് ചെയ്യുന്ന ആ ഒരു ഇത് വരും. ഗാംബ്ലിങ്ങിൻ്റെ തോട്ട്സ് വരികയില്ല. ഗാംബ്ലിങ് മൂഡ് ആ മൈൻഡ് സെറ്റിലേക്ക് പോവില്ല. ഓക്കെ, എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് തോന്നുന്നു.